തിരുവനന്തപുരം മാമഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളിക്കായി രാത്രിയിലും ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ്. ഓവുചാൽ പരിശോധനയ്ക്ക് റോബോട്ടിക് സാങ്കേതികവിദ്യ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. മാൻഹോൾ പരിശോധനയ്ക്ക് ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ യന്ത്രമനുഷ്യനെയാണ് എത്തിച്ചത്. മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട് 10 മണിക്കൂർ ഇപ്പോൾ പിന്നിടുന്നു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദും ഹരികൃഷ്ണനും ചേർന്നു. ആദ്യം അലക്സിലേക്കാണ്. അലക്സ്, സാധ്യതകളേക്കാൾ കൂടുതൽ വെല്ലുവിളികളുണ്ടായ രക്ഷാദൗത്യം, ആ രക്ഷാദൗത്യത്തിൽ അതിന്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിക്കാൻ ഇപ്പോൾ റോബോട്ടിക്സ് സംവിധാനങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്തരത്തിലാണ് ഈ റോബോട്ടിക് ഉപകരണങ്ങൾ വെച്ചുള്ള ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മാൻഹോളിൽ ഇറക്കിക്കൊണ്ടുള്ള പരിശോധനയാണോ തുടരുന്നത്? രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? സുഹൈല, ഈ രാത്രി സാധ്യമായ എല്ലാ മാർഗവും തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഒന്ന് നേരത്തെ തന്നെ കണ്ടതാണ്, പകൽ സമയം പോലും സ്കൂബ സംഘത്തിന് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് അവർ ഒരു 40 മീറ്ററാണ് കഷ്ടിച്ച് ആമയിഴഞ്ചാൻ തോട്ടിനുള്ളിലേക്ക് അവർക്ക് കടക്കാൻ സാധിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവർ പരമാവധി ശ്രമിച്ചിട്ടും അത്ര കണ്ട് മാത്രമേ അവർക്ക് കടക്കാൻ സാധിച്ചുള്ളൂ. പിന്നെയാണ് മറ്റൊരു സാധ്യത അവർ തേടിയത്. മറ്റൊരു സാധ്യത, അത് സാങ്കേതിക വിദ്യയുടെ കൂടി സഹായത്തോടു കൂടി എങ്ങനെ ഈ മനുഷ്യർ ഇറങ്ങാൻ സാധിക്കാത്ത മാൻഹോളിൽ നിന്ന് ഈ തലപ്പൊക്കത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ ആലോചന. അങ്ങനെയാണ് ഈ ജെൻ റോബോട്ടിക്സിൻ്റെ ഈ റോബോട്ട് സംവിധാനം ഇവിടേക്ക് എത്തിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 2 മണിക്കൂറിന് അടുക്കുന്നു ഈ റോബോട്ടിക് സംവിധാനം ഇവിടേക്ക് എത്തിച്ചിട്ട് ആ മാൻഹോൾ, അതായത് 3ാമത്തെ ട്രാക്കിലെ മാൻഹോൾ ഉയർത്തി ആ മാൻഹോളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുകയാണ്. ഇതിലിപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ, ഇവർക്ക് വിസിബിളായുള്ള പ്രദേശത്ത് നിന്ന് പരമാവധി മാലിന്യവും മഡും ചെളിയും അവർ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ ഒരു ഒഴുക്ക് സുഗമമാകുമെന്നവർ കരുതിയിരുന്നു. പക്ഷെ അങ്ങനെ ഒഴുക്ക് സുഗമമായില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന പ്രതിസന്ധി. അങ്ങനെയെങ്കിൽ എവിടെയാണ് ആ ബ്ലോക്ക് എന്നുള്ളതാണ് അവർ ഇപ്പോൾ നോക്കുന്നത്. ഈ നമ്മുടെ ദൃശ്യത്തിൽ കാണുന്നത് നീളമുള്ള ഒരു തോട്ടിയാണ്, ചെറിയ തോട്ടിയാണ്. ഈ മാൻഹോളിനുള്ളിലേക്ക് മാനുവലായി ഇറക്കാൻ സാധിക്കുന്ന തോട്ടിയാണ്. ഇത്തരത്തിൽ ഈ തോട്ടി ഈ രക്ഷാപ്രവർത്തകർ ഇതിലേക്ക് ഈ മാൻഹോളിനുള്ളിലേക്ക് ഇറക്കി ഈ അല്പം നീളത്തിൽ തന്നെ ബ്ലോക്കായി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന, ചെളി നീക്കം ചെയ്യുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത്. അത് ആ ചെളി അവിടേക്ക് വലിച്ചെത്തിച്ച് ഈ റോബോട്ടിൻ്റെ ഹാൻഡ് താഴേക്ക് ഇറക്കുന്ന പാകത്തിന് ആ ചെളിയും മാലിന്യവും എത്തിച്ച് അവിടെ നിന്ന് അതങ്ങനെ കളക്ട് ചെയ്ത് പുറത്തേക്ക് മാറ്റുന്ന ഒരു നടപടിയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. വലിയ രീതിയിൽ ശ്രമകരമായ ഒരു ജോലിയാണ്. കാരണം ഇതിനകത്ത് മനുഷ്യനിറങ്ങാൻ സാധിക്കുന്നില്ല. സ്കൂബ സംഘം പരമാവധി ശ്രമിച്ചതാണ്. അത് ഈ ട്രാക്ക് 3ലെ മാൻഹോളിൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് 5ാമത്തെ പ്ലാറ്റ്ഫോമിന് അവിടെയും സമാനമായി മാൻഹോൾ ഉണ്ട്. അതൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലും ഈ ടണലിലേക്ക് ഇറങ്ങി ഉള്ളൊരു രക്ഷാപ്രവർത്തനത്തിനുള്ളൊരു ശ്രമം സ്കൂബ സംഘം നടത്തിയതാണ്. പക്ഷേ അവർക്ക് അതിനകത്ത് ഇറങ്ങാൻ സാധിക്കാത്ത പോയതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കഴുത്തറ്റം നിൽക്കുന്ന മാലിന്യം തന്നെയാണ്. നിലവിൽ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഈ നടപടി പൂർത്തിയായാൽ ഇതിനുള്ളിലേക്ക് ക്യാമറ ഇറക്കിയുള്ള നിരീക്ഷണമാണ് ഇവർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജെൻ റോബോട്ടിക്സിൻ്റെ തന്നെ സാരഥികൾ വ്യക്തമാക്കിയത്, ക്യാമറ ഇതിനകത്തേക്ക് ഇറക്കിയതിന് ശേഷം സർവൈലൻസ് നടത്താം. എവിടെയാണ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് മാലിന്യം കെട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്താണ് തടസ്സം എന്നവർ നോക്കാം എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പരിശോധന അവർ നടത്തുന്നുണ്ട്. നേരത്തെ ജോയിയെ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ആ ഭാഗത്ത് നമ്മൾ നേരത്തെയൊക്കെ തത്സമയം നിന്ന് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന JCB ഒക്കെ അവിടെ എത്തി ആ മാലിന്യം നീക്കം ചെയ്ത ആ മേഖലയിൽ അവിടെ നിന്ന് ഏതാണ്ട് 40 മീറ്റർ ആ ഉദ്യോഗസ്ഥർ ഇതിനുള്ളിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ നിന്ന് ഈ കാണുന്ന ഈ ദൂരത്തേക്ക് എത്തുന്നതിന് 150 മീറ്ററിനടുത്താണ് ഈ കാണുന്ന 3ാമത്തെ ട്രാക്കിലെ മാൻഹോൾ ഉള്ളത്, ഈ ടണലുള്ളത്. അവിടെ നിന്ന് ഈ ട്രാക്കിനടിയിൽ, അതായത് റെയിൽവേയുടെ പ്ലാറ്റ്ഫോമുകൾക്കടിയിലൂടെയാണ് ഈ ആമയിഴഞ്ചാൻ തോട് ടണലായി പോകുന്നത്. അതിനകത്ത് മുഴുവൻ ഈ മാലിന്യം കെട്ടി നിന്നു എന്നുള്ളതാണ് നിലവിൽ ഈ പ്രശ്നം ഇത്രയും ഗുരുതരമാകാനും ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനും കാരണമായത്. അതിൻ്റെ പഴി നഗരസഭയും അതുപോലെ ദക്ഷിണ റെയിൽവേയും പരസ്പരം പഴി ചാരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഡെപ്യൂട്ടി മേയർ നമ്മളോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. മുമ്പ് നഗരസഭ തന്നെ ഈ ദക്ഷിണ റെയിൽവേയുടെ ആമയിഴഞ്ചാൻ തോട് ഭാഗത്ത് ഇറങ്ങി ഇവിടെ നിന്ന് ഈ മാലിന്യം നീക്കുന്നതിനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ റെയിൽവേ കോടതിയിലേക്ക് പോയി, കേസിന് പോയി. അപ്പോഴും മദ്രാസ് ഹൈക്കോടതിയിൽ ആ കേസ് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര കണ്ട് അധികാര തർക്കമുള്ളൊരു പ്രദേശമാണ്. അവിടെ ദക്ഷിണ റെയിൽവേ തന്നെ ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പല പ്രാവശ്യം നഗരസഭ കത്ത് നൽകിയെന്ന് നഗരസഭാ അധികാരികൾ പറയുന്നു, മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ പറയുന്നു. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം ജൂൺ 19 നൽകിയ ഒരു നോട്ടീസ്, ഒരു കത്ത് നമ്മൾ കണ്ടതാണ്. മഴക്കാലമാണ്, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. ഇതിനുള്ളിലേക്ക് വരുന്ന ജലം, മഴവെള്ളം, ആ ജലം ഒഴുകിപ്പോയില്ല എങ്കിൽ നഗരം മുങ്ങും, അവിടുത്തെ കടകൾക്ക് പ്രശ്നമുണ്ടാകും, ആളുകളുടെ ജീവിതം ബുദ്ധിമുട്ടാകും.
വലിയ വെള്ളക്കെട്ട് നഗരത്തിൽ രൂപപ്പെടുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവർ ആ ഒരു മാസം പിന്നിട്ടിട്ടും അത് മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് നഗരസഭാ അധികാരികൾ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് മാത്രമാണ് ഈ നടപടികൾ നടന്നത് എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഡെപ്യൂട്ടി മേയർ PK രാജു നമുക്കൊപ്പം ഉണ്ട്. നിലവിൽ ഏതുവരെയായി രക്ഷാപ്രവർത്തനം? നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മെഷീൻ ഇവിടെ എത്തിച്ച് അതിനൊരു സ്പീഡ് വരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴും മാലിന്യം നീക്കം ചെയ്യുന്നതിന് ഒരു സ്ലോ ഫേസ് ആണ്. അതങ്ങനെ എന്താണ് പ്രതിസന്ധി ഇപ്പോൾ? നമ്മളവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ യന്ത്രം ഇറങ്ങുന്ന ഒരു താഴ്ച മാത്രമേ, ഒരു വീതി മാത്രമേ ഉള്ളൂ. പരമാവധി എത്ര രാത്രിയായാലും ആ ജോയി എന്ന് പറയുന്ന പിന്നെ റെയിൽവേയിലെ കോൺട്രാക്ട് നൽകിയ ജീവനക്കാരനെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നഗരസഭയുടെ മേയറുണ്ട്, ഞാനുണ്ട്, മറ്റേ ചെയർപേഴ്സണുണ്ട്, 65 ജീവനക്കാരുണ്ട്, പിന്നെ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. തീർച്ചയായും നിങ്ങൾക്കറിയാലോ, 11:30 മണിക്ക് വന്നതാണ്. ഇതുവരെ ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഞാനിപ്പോൾ എൻ്റെ ഷുഗർ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഒരു മനുഷ്യജീവനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ദൗത്യം നിങ്ങളും നമ്മളെല്ലാം ചേർന്ന്, അത് നിങ്ങളും രാവിലെ എത്തിയവരാണല്ലോ, നമുക്ക് ആ മനുഷ്യനെ എവിടെയുണ്ട് എന്ന് കണ്ടുപിടിച്ച് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ദൗത്യം. എത്ര വൈകിയും ആ ദൗത്യം തുടരും. നിലവിൽ സ്കൂബ ഒഴികെയുള്ള മറ്റു സംവിധാനങ്ങളെല്ലാം രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അടുത്ത നമ്മൾ റോബോട്ട് മെഷീൻ എടുത്താണ് അകത്തുള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു സാധനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറിനുള്ളിൽ അത് വരും. അത് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം കൂടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും കുടുങ്ങി നിൽപ്പുണ്ടോ അതുകൂടെ നോക്കി നമ്മുടെ ഒരു അനുമാനം. നിലവിൽ ആമയിഴഞ്ചാൻ തോടിൻ്റെ അദ്ദേഹം ജോയി അവിടെ നിന്ന് ഈ ടണലിലേക്ക് ഇറങ്ങിയ പ്രദേശത്തിനും ഈ ഒരു മാൻഹോളിനുള്ളിലും അതിനിടയ്ക്ക് ഇവർ ചെയ്തത് ഇവിടെ ഒരു ഗ്രില്ല് വെച്ചു തുടങ്ങുന്നതിന് മുമ്പ്. അപ്പം അങ്ങ് പോകാൻ സാധ്യമല്ല, ഇവിടുന്ന് കഴിഞ്ഞ് പോകാൻ സാധ്യമല്ല. അപ്പോൾ അതാണ് നമ്മൾ 40 മീറ്ററോളം നമ്മൾ അകത്ത് നോക്കിയായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 10-40 മീറ്ററാണ്. ആ 40 മീറ്റർ കൂടി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. പ്രതീക്ഷിക്കുന്നതിനുള്ളിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. നോക്കാം നമുക്ക്. വളരെ നന്ദി. അത്തരത്തിൽ നഗരസഭയുടെ അനുമാനമാണ് അദ്ദേഹം നടത്തിയത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഈ കാണുന്ന 3ാമത്തെ ട്രാക്കിലെ മാൻഹോളിൽ നിന്ന് ആമയിഴഞ്ചാൻ തോടിൻ്റെ ജോയി ഈ തോട്ടിലേക്ക് ഇറങ്ങിയ ആ പ്രദേശത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അത് കാരണം ഈ 3ാമത്തെ ട്രാക്കിലെ ഈ മാൻഹോളിനുള്ളിലേക്ക് ജോയി മിസ്സായി ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവരൊരു നെറ്റ് ഒരു ഗ്രില്ല് ഇറക്കി വെച്ചു. കാരണം താഴേക്ക് ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടി അന്നേരം ചെയ്തൊരു നടപടിയാണ് ആ ഗ്രില്ല് ഇറക്കി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ അദ്ദേഹം കുടുങ്ങിയിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാലിന്യം അത്ര കണ്ട് കൂടുതലായതിനാൽ ആണ് എവിടെയെങ്കിലും കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. താഴേക്ക് ഒഴുകി പോകാൻ ഏതാണ്ട് ഒരു 250 മീറ്ററോളമുള്ള ഒരു ടണലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ, അതായത് റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലൂടെ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റു ചില ഓപ്പണിംഗ് കൂടി, ചില മാൻഹോളുകളുടെ ഓപ്പണിങ്ങിൽ കൂടിയുള്ള ഒരു ശ്രമം, അതിനകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നൊരു ശ്രമം സ്കൂബ സംഘം നടത്തിയിരുന്നു. 5ാമത്തെ പ്ലാറ്റ്ഫോമിനപ്പുറമുള്ള ആ സമാനമായിട്ടുള്ളൊരു ഓപ്പണിങ്ങിൽ കൂടി ഏതാണ്ട് 15 മീറ്റർ അവർ ഇറങ്ങി ഒന്ന് പരിശോധന നടത്തി. പക്ഷേ അത് കഴിഞ്ഞ് അവർക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് സ്കൂബ സംഘം തന്നെ പറയുന്നത്. ഈ പ്രധാനപ്പെട്ട ആമയിഴഞ്ചാൻ തോടിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ നിന്ന് അവിടെ നിന്നുള്ള മാലിന്യമെല്ലാം നീക്കം ചെയ്തതിന് ശേഷം അവർ ആദ്യഘട്ടത്തിൽ 30 മീറ്റർ സ്കൂബ സംഘം ഇതിനുള്ളിലേക്ക് കടന്നുപോയി പരിശോധന നടത്തി. അത് കഴിഞ്ഞ് അവർ വീണ്ടും പുറത്തേക്കെത്തി. അത് സാധ്യമല്ല, കൂടുതൽ അകത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ മറ്റു മാർഗ്ഗങ്ങൾ നോക്കിയത്. അതിനുശേഷം അവർ വീണ്ടും അവിടെ തിരിച്ചെത്തി 10 മീറ്റർ കൂടി, അതായത് 40 മീറ്റർ കൂടി ഉള്ളിലേക്ക് പോയി നോക്കി. എന്നിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല ജോയി എന്നുള്ളതാണ്. പിന്നെയും നമ്മൾ ഈ കാണുന്ന ഈ 3ാമത്തെ ട്രാക്കിലെ ഈ മാൻഹോളിനടുത്തേക്ക് ഒരു 40 മീറ്റർ കൂടി ദൂരമുണ്ട്. അതിനുള്ളിൽ അദ്ദേഹം ഉണ്ടാകും, അദ്ദേഹം ജീവനോടെ ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ ജീവൻ തുടിപ്പുണ്ടാകുമെന്നാണ് ഈ രക്ഷാപ്രവർത്തകരും അധികാരികളും നഗരസഭാ ജീവനക്കാരും ഒക്കെ കരുതുന്നത്. നോക്കൂ, സുഹൈൽ മണിക്കൂറുകളായി 10-11 മണിക്കൂറിനോട് അടുക്കുന്നു ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യ മണിക്കൂർ മുതൽ ഇതിൽ പങ്കാളിയാകുന്ന മനസ്സുകൊണ്ട് നിൽക്കുന്ന ജീവനക്കാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, DYFI പ്രവർത്തകരുണ്ട്, അതുപോലെ സേനയുടെ ഫയർഫോഴ്സ് സേനാംഗങ്ങളുണ്ട്, സ്കൂബ സംഘമുണ്ട്, നഗരസഭയിലെ ഏതാണ്ട് 65ഓളം ജീവനക്കാരുണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, അത്തരത്തിൽ ജനപ്രതിനിധികളുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം ഒന്നിച്ചുള്ളൊരു ഉദ്യമമായി തന്നെ അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. തലസ്ഥാനം ഈ സമീപകാലത്തൊന്നും ഇത്ര ദൈർഘ്യമായൊരു രക്ഷാപ്രവർത്തനം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. മനുഷ്യർക്ക് സാധ്യമാകാത്തിടത്തേക്ക് സാങ്കേതിക വിദ്യയുടെ കൂടി സഹായത്തോടു കൂടി പുതിയ ഇന്നോവേഷൻ എന്നുള്ള നിലയ്ക്ക് ടെക്നോ പാർക്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഈ മെഷീൻ ഈ റോബോട്ടിക്കിനെ ഇവിടെ എത്തിച്ച് അതിൻ്റെ ഹാൻഡ് താഴേക്ക് മാൻഹോളിനുള്ളിലേക്ക് ഇറക്കി മാലിന്യം കോരി ആ ഒഴുക്ക് സുഗമമാക്കി ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്നതിനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. അപ്പോഴും അവർ നേരിടുന്ന പ്രതിസന്ധി അവർ പറഞ്ഞു. ഒന്ന്, ഈ 4ാമത്തെ ട്രാക്കിൽ
ട്രെയിൻ പിടിച്ചിട്ടുണ്ട്. ഈ 3ഉം 4ഉം ട്രാക്കുകൾ ഇവിടെ നിന്ന് ഒഴിവാക്കി നൽകുക, അതായത് ട്രെയിനുകൾ ഇടുന്നതിൽ നിന്ന് ഒഴിവാക്കി നൽകുന്നവർ നേരത്തെ പറഞ്ഞിരുന്നു. 3ആം ട്രാക്ക് ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. പക്ഷേ 4ആം ട്രാക്കിൽ ഇപ്പോഴും ട്രെയിനുകൾ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അത് ഈ പ്രവർത്തനങ്ങൾക്കൊരു തടസ്സമാകുന്നു എന്ന് ഈ രക്ഷാപ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നുണ്ട്. നിലവിൽ കേരള എക്സ്പ്രസ് അലക്സ് സമാനതയില്ലാത്ത രീതിയിൽ അതിസാഹസികമായ രക്ഷാദൗത്യം തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷാദൗത്യത്തിന് സാധ്യമായതെല്ലാം അതിൻ്റെ പരമാവധിയിൽ കോർത്തിണക്കിക്കൊണ്ട് അതിൽ അണിചേരുന്ന നിരവധി കണക്കിന് ആളുകൾ 10 മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനം ആ ജീവന്റെ തുടിപ്പിനായി വലിയ പ്രതീക്ഷയോടെ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 1ആം പ്ലാറ്റ്ഫോം മുതൽ 5ആം പ്ലാറ്റ്ഫോം വരെ ദൂരെയുള്ള ആ ഒരു മേഖല, ഏകദേശം ഒരു 80 മീറ്ററോളം വരുന്നൊരു ദൂരം, ആ ദൂരത്തിനിടയിൽ ജോയ് ഇപ്പോഴുമുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 80 മീറ്ററിൽ 40 മീറ്ററോളം സ്കൂബ ഡൈവിംഗ് ടീം അതിൻ്റെ ഉള്ളോട്ട് പോയതാണ്. അവിടെയൊന്നും ജോയെ കണ്ടെത്താനായിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ദൂരത്തായിരിക്കും ജോയ് എന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തനം അതിൻ്റെ പരമാവധിയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനായി ബാക്കി 40 മീറ്റർ ദൂരത്തേക്കുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ എടുത്തു മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. റോബോട്ടിക്സിന്റെ സംവിധാനമടക്കം ഉപയോഗപ്പെടുത്തുന്നു. റോബോട്ടിക്സ് സംവിധാനത്തിൽ മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞതിന് ശേഷം നൈറ്റ് ക്യാമറ വിഷൻ ഉപയോഗിച്ച് താഴെ ജോയ് ഉണ്ടോ എന്ന രീതിയിൽ ഒരു പരിശോധന നടത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള പദ്ധതി. അതിനുള്ള ആലോചനകൾ, അതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരികൃഷ്ണൻ കൂടി ചെയ്യുന്നു. ഹരികൃഷ്ണൻ, നമ്മൾ ഈ അടുത്തൊന്നും ഇത്രയും ദൈർഘ്യമുള്ള ഒരു രക്ഷാദൗത്യം കണ്ടിട്ടില്ല. സമാനതയില്ലാത്ത രീതിയിലുള്ള രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതീക്ഷയോടെ തന്നെ ആ ദൗത്യത്തിന് എല്ലാവരും കൂടെയുണ്ട്, പ്രാർത്ഥനയോടെ മലയാളികളടക്കമുണ്ട്. ഇപ്പോൾ കളക്ടർ നേവിയുടെ സഹായം അടക്കം തേടിയതായി മനസ്സിലാക്കുന്നു. നേവിയുടെ ഒരു സഹായം അത് എത്തരത്തിൽ ഉപയോഗപ്പെടുത്താനാണ് ആലോചിക്കുന്നത്? ഇനിയുള്ള മുന്നോട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു. തുടർന്ന് ക്യാമറ വിഷൻ ഉപയോഗിച്ച് ബാക്കിയുള്ള 40 മീറ്റർ ദൂരത്തിൽ ജോയ് ഉണ്ടോ എന്നുള്ളൊരു ജോയിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്താനാകുമോ എന്നൊരു പ്രതീക്ഷയോടുള്ള തെരച്ചിലാണ് തുടരുന്നത്. ഇനി അങ്ങോട്ടുള്ള സാധ്യതകൾ അതെന്തൊക്കെയാണ് ഹരി? സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത രക്ഷാദൗത്യം എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേരളം അത്ര കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു രക്ഷാദൗത്യമാണ്. വളരെ നീളുന്ന ദൈർഘ്യമേറിയ ഒരു രക്ഷാദൗത്യം. അതായത് രാവിലെ 10:30 നടന്ന ഒരു അപകടം, അപ്രതീക്ഷിതമായ ഒരു അപകടം. ആ അപകടത്തിൽ ജോയിയെ കണ്ടെത്താൻ, മാരായവട്ടം സ്വദേശിയായ ശുചീകരണ തൊഴിലാളിയായ ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം ഇപ്പോഴും നീളുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ജനപ്രതിനിധികളടക്കം, മറ്റ് ജീവനക്കാരടക്കം, സ്കൂബ ടീം അടക്കം, ഫയർഫോഴ്സ് അടക്കം, അങ്ങനെ രക്ഷാദൗത്യത്തിന് നിരവധി ആളുകൾ ഇപ്പോഴും ഈ രാവിലെ മുതൽ ഇവിടെ നീങ്ങുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ കളക്ടർ ജെറോവിക് ജോർജാണ് ഈ രക്ഷാദൗത്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും സംഭവ സ്ഥലത്ത് ജില്ലാ കളക്ടർ ഉണ്ട്. നേരത്തെ തന്നെ ഈ റെയിൽവേയുമായി മറ്റു കാര്യങ്ങളിലൊക്കെ മനുഷ്യസാധ്യമായ എങ്ങനെയാണ് ഈ ജോയിയെ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ ജോയിയെ രക്ഷിച്ചെടുക്കുക എന്ന തരത്തിൽ മനുഷ്യസാധ്യമായ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താനുള്ള ചർച്ചകളിലൊക്കെയാണ്. പലതരത്തിലുള്ള ചർച്ചകൾ, പലതരത്തിലുള്ള സാധ്യതകൾ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും അവസാനമായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയായ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഈ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം മാലിന്യവും ചെളിയും അത്തരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു കഴുത്തുപൊക്കം അല്ലെങ്കിൽ ഒരാൾ പൊക്കത്തിൽ ഇത്തരത്തിൽ മാലിന്യവും ചെളിയും ഈ പ്ലാറ്റ്ഫോമിനടിയിലെ ആമേഴിഞ്ചാൽ തോടിന്റെ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഇങ്ങോട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇനി രക്ഷാദൗത്യം എങ്ങനെയാണ് നീളുന്നത് എന്നുള്ളതിനെ പറ്റി, ഇനി എങ്ങനെയാണ് രക്ഷാദൗത്യം നടത്തേണ്ടത് എന്നതിനെ പറ്റി ആ ചർച്ചകൾക്കിടയിലാണ് ഈ തിരച്ചിലിനായി NDRFന്റെയും നേവിയുടെയും സഹായം ജില്ലാ കളക്ടർ തേടിയത്. അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDRF സംഘം ഇവിടെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളതാണ്. ഏതായാലും സാധ്യമായ ഏതൊക്കെ രീതിയിൽ ഈ ജോയിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ജില്ലാ കളക്ടർ അടക്കം അല്ലെങ്കിൽ മറ്റു ജീവനക്കാരടക്കം കോർപ്പറേഷൻ സമയാസമയം നീക്കാത്തതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടാവും, അനാസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട സമയമല്ല, മറിച്ച് ഏറ്റവും പ്രാമുഖ്യം ജോയിയുടെ ജീവന് തന്നെയാണ്. മൂക്കടയ്ക്കുന്ന മണമുള്ള ആ തോട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആഴത്തിലിറങ്ങിയതാണ് ജോയിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ. അതിൻ്റെ അങ്ങേയറ്റ പരമാവധിയിൽ തന്നെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങളാണ് അലക്സ് മുഹമ്മദും ഹരികൃഷ്ണനും നൽകി.